പക്ഷേ കോഴിക്കോട് ഡി സി അധ്യക്ഷൻ പ്രവീൺ കുമാർ നമ്മോടൊപ്പം ചെയ്യുന്നു. ശ്രീ പ്രവീൺ കുമാർ, ഇന്നത്തെ ഈ വടകരയിലെ പ്രതിഷേധം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഒരു പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിന് എടുക്കാവുന്ന പരമാവധി നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തു. എന്നിട്ടും ഈ വിഷയത്തിൽ നിന്ന് ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും പിന്നോട്ട് പോകുന്നില്ല, നിങ്ങളുടെ എംപിയെ വഴിയിൽ തടയുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഘട്ടത്തിൽ? ഇത് ആഭാസകരമാണ്. CPM-ഉം ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും ഒക്കെ നടത്തുന്നത് ആഭാസകരമായ സമരമാണ്. ഇത് ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. ആരോപണ വിധേയനുമായി സുഹൃത്ത് ബന്ധമുണ്ട് എന്നതിന്റെ പേരിൽ ഒരാളെ തടയുന്നതും അയാൾക്കെതിരെ പ്രതിഷേധിക്കുന്നതും ജനാധിപത്യ കേരളത്തിൽ മുമ്പ് കേട്ടുകേൾവിയില്ലാത്തതാണ്. മാത്രമല്ല, ഇതിനെതിരെ നേരത്തെ തന്നെ ഞാൻ പ്രസ്താവിച്ചതാണ്, ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന്. ഈ തീക്കളിക്ക് CPM മുതിരരുത് എന്ന് ഞാൻ അവരോട് നേരിട്ട് അവരോട് പ്രസ്താവനയോട് ആവശ്യപ്പെട്ടതുമാണ്. പക്ഷെ CPM തുടരുന്നു. ഇന്നത്തെ തടയലിന്റെ ഏറ്റവും വലിയ ഗൗരവം എന്ന് പറയുന്നത് MPയെ തടയുമെന്ന് ഈ ഡിവൈഎഫ്ഐയും SFIയും പ്രഖ്യാപിച്ചിരിക്കെ MPക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് പോലീസാണ്. ആ പോലീസ് കൂട്ടുനിന്നുകൊണ്ടാണ് ഇന്ന് MPക്കുള്ള അക്രമം ഉണ്ടായിരിക്കുന്നത്. തടയുക മാത്രമല്ല, അക്രമത്തിൽ ശ്രമിക്കുകയും ആഭാസകരവും വൃത്തികെട്ട പദങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്തു. ഇതെല്ലാം നടക്കുന്നത് പോലീസിന്റെ കൺമുമ്പിൽ നിന്നാണ്. പിണറായി വിജയനെ തടയുമെന്ന് പറഞ്ഞാൽ, മന്ത്രിയെ തടയുമെന്ന് പറഞ്ഞാൽ ആളുകളെ കരുതൽ തടഞ്ഞെടുക്കുന്ന കോഴിക്കോട്ട് ജില്ലയിലെ പോലീസ് തന്നെയാണ്. ഇവർ തടയുമെന്ന് പ്രഖ്യാപിച്ചവർ അപ്പുറത്ത് നിൽക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിന്ന് തടയൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ഇത് പോലീസിന്റെ മൗനാനുവാദമുണ്ട്. ഇത് ഭയങ്കര അപകടകരമായ അവസ്ഥയാണ്. ഈ നീക്കം അപലപനീയമാണ്. കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കേണ്ടി വരും. നിഷ്ക്രിയരായി എന്ന ആരോപണമാണ് അങ്ങ് ഉയർത്തുന്ന ഘട്ടത്തിൽ 100% നിഷ്ക്രിയെന്ന് മാത്രമല്ല, പോലീസ് ഇതിന് കൂട്ടുനിന്നു. ഈ MPയെ തടയുമെന്ന് ഡിവൈഎഫ്ഐയും SFIയും പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതിരോധിക്കുമെന്ന് ഞങ്ങളും പ്രസ്താവിച്ചു. പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കെ MPക്ക് സംരക്ഷണം എടുക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. ആ സംരക്ഷണം നൽകിയെന്ന് മാത്രമല്ല, ഇതിന് മൗനാനുവാദത്തോടു കൂടി കൂട്ടുനിന്നു എന്നുള്ള ഗൗരവകരമായ കാര്യം കൂടി ഈ തടവിലുണ്ട്. ഈ കളി ആപത്താണ്. ഞാൻ ആവർത്തിക്കുന്നു, ഇത് തീക്കളിയാണ്. ഈ കളി ഡിവൈഎഫ്ഐയും SFIയും അവസാനിപ്പിക്കണം. ഇത്തരത്തിൽ വഴി തടയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തെ എങ്ങനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ? ഇന്നു ആരോപണ വിധേയരായ ലോക്കൽ കമ്മിറ്റി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റിയുള്ള നേതാക്കളുടെ വീടിന്റെ മുമ്പിൽ ഞങ്ങൾ പ്രതിഷേധം നടത്തും. അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ, ആ ആളുകളുടെ നാട്ടിൽ പരസ്യമായി കോൺഗ്രസ് പ്രതിഷേധം നടത്തും. ഓരോരുത്തരെയും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ രാഷ്ട്രീയ അന്തരീക്ഷം മലീമസമാക്കരുത് എന്നുള്ള ഔചിത്യബോധം കൊണ്ടും ഔന്നത്യം കൊണ്ടും പലതും ഞങ്ങൾ കണ്ടു നടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ വിളിച്ചു പോവും. കോഴിക്കോട്ടെ തന്നെ പല CPM നേതാക്കളുടെയും ചരിത്രത്തിന്റെ നിറം ചുവപ്പല്ല, കറുത്തതാണ്. പലതും വിളിച്ചു പറയേണ്ടി വരും ഞങ്ങൾക്ക്. മാത്രമല്ല, ഈ ആരോപണത്തിൽ, ഈ സമരത്തിലൊക്കെ അല്പം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർ സമരം നടത്തേണ്ടത് ഇവിടെ ബലാത്സംഗ കേസിൽ പ്രതിയായ MLA-ക്കെതിരെയും അതുപോലെ തന്നെ കൃത്യമായ തെളിവോടുകൂടി ആരോപണത്തിന് വിധേയരായ CPM നേതാക്കളുടെ വീട്ടിന് മുമ്പിലും ഓഫീസിന് മുമ്പിലാണ്. എന്നിട്ട് വരട്ടെ MPക്കെതിരെ വരാൻ. എന്ത് ധാർമ്മികത അവർക്കുള്ളത്? ഈ കേരളത്തിൽ ഇത്രക്കേറെ പെൺവാണിഭ കേസിൽ പ്രതികളായ പാർട്ടിക്കാർ CPM-കാരല്ലേ? അവരെ പോലെ പെൺവാണിഭ കേസിൽ പ്രതികളായ നേതാക്കന്മാർ മറ്റേതെങ്കിലും പാർട്ടിയിലുണ്ടോ? ഇപ്പോഴുമില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന തലതൊട്ടപ്പം മുതൽ ലോക്കൽ കമ്മിറ്റിയിൽ വരെയുണ്ട് പീഡിക്കുന്നവരും പീഡിപ്പിക്കുന്നവരും ബലാത്സംഗ കേസ് പ്രതികളും അതുപോലെ തന്നെ പല പെണ്ണുങ്ങളെ ബുദ്ധിമുട്ടിച്ച ആളുകളും. അവർക്കെതിരെയാണ് ആദ്യ സമരം. ഇന്നിട്ട് എവിടെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ അർത്ഥത്തിലും ഈ സമരം ആഭാസകരമാണ്.